ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിനൊരുങ്ങി പതിനായിരങ്ങൾ. അർദ്ധരാത്രി മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചടങ്ങുകൾ ഉച്ചവരെ തുടരും. വാവുബലി ദിനമായ നാളെയും പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ആലുവ മണപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അർജുൻ, ആലുവ മണപ്പുറത്ത് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമായ എല്ലാ സുരക്ഷയും അനുബന്ധ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ചടങ്ങുകൾ എങ്ങനെയാണ് അർജുൻ മട്ടന്നൂർ? റീജിത്ത്, ഇന്നലെ അർദ്ധരാത്രി ശിവരാത്രി വിളക്കിന് ശേഷം തന്നെ വലിയ തിരക്കാണ് ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തെ ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. 3 ദിവസം തുടർച്ചയായി ബലിതർപ്പണം നടത്താം എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഇന്നലെ രാവിലെയും വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ ആളുകൾ, വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയത്. പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇത്തരത്തിൽ ഉറക്കമൊഴിഞ്ഞ് മണപ്പുറത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്ന നിരവധി ആളുകൾ, അതോടൊപ്പം തന്നെ പിതൃതർപ്പണത്തിന് വേണ്ടി എത്തുന്ന നിരവധി ആളുകൾ, അവരൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടമായി മണപ്പുറത്ത് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നാളെ വാവുബലിയാണ്. അതുകൊണ്ട് നാളെയും പിതൃതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട്. അത്തരത്തിൽ 3 ദിവസം തുടർച്ചയായി പിതൃതർപ്പണം നടത്താം എന്നൊരു പ്രത്യേകതയാണ് ഇത്തവണയുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചവരെ ഈ ബലിതർപ്പണം നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആലുവ നഗരത്തിൽ വലിയ ഗതാഗത നിയന്ത്രണമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഏർപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ തുടങ്ങിയ ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ചവരെ നീളും എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നിരവധി പേർ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി ആളുകളാണ് പിതൃതർപ്പണത്തിന് വേണ്ടി മണപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവരിൽ പലരും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആലുവ മണപ്പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഇനി ഇത്തരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് അതിനുശേഷം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മാത്രമായിരിക്കും ആളുകൾ മടങ്ങുക. എന്തായാലും നിരവധി KSRTC സർവീസുകൾ, അതോടൊപ്പം തന്നെ മെട്രോ സർവീസുകളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധി വിശ്വാസികളാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? മൂവാറ്റുപുഴയിൽ. ബലിതർപ്പണം കഴിഞ്ഞോ? ക്ഷേത്രത്തിലേക്ക് പോയോ? പോകുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് റീജിത്ത്, ഇത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ മണപ്പുറത്തേക്കുള്ള നടപ്പാലമാണ്. വലിയ തിരക്കാണ്. ഈ നടപ്പാലത്തിന്റെ 2 ഭാഗങ്ങളിലും വലിയ ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ചടങ്ങുകൾ കഴിഞ്ഞ് പോകുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്കും അതോടൊപ്പം തന്നെ ഈ ചടങ്ങുകൾക്കും വേണ്ടി വരുന്ന ആൾക്കൂട്ടവും കാണാം. ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പാലാട്ടുംതുരുത്ത് മുക്കാട്ടുപടി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അതെ റിജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ആലുവ മണപ്പുറം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു ആൾക്കൂട്ടമായി ഇന്നലെ വൈകുന്നേരം മുതലുണ്ട്. ഇപ്പോഴും വിശ്വാസികളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ മണപ്പുറത്തും അനുഭവപ്പെടുന്നത്. കനത്ത സുരക്ഷയാണ് ആലുവ നഗരത്തിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുമുള്ളത്. അർജുൻ, നമുക്കറിയാം ഓരോ വർഷവും ആളുകളുടെ എണ്ണം, ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളും അവിടെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ ഭക്തർക്കായി? തീർച്ചയായും. നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 116 ബലിത്തറകളാണ് ഈ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ 1500-ലധികം സുരക്ഷയ്ക്കായി 1500-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ വെള്ളത്തിനും ഒക്കെ തന്നെയുള്ള സൗകര്യങ്ങളും കൃത്യമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരമാണ്. അതുകൊണ്ട് തന്നെ ഒരു അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധരും നാവികസേനയുടെ സഹായവും ഒക്കെ തന്നെ തേടിയത്. ഫയർഫോഴ്സ് അടക്കമുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത്തരത്തിൽ കനത്ത സുരക്ഷയിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും മണപ്പുറത്ത് ശിവരാത്രി കടന്നുപോയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഏതാണ്ട് മണപ്പുറത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആൾക്കൂട്ടം നിറഞ്ഞിട്ടുണ്ട്. രാവിലെ ആകുന്നതോടുകൂടി തന്നെ ആളുകളൊക്കെ തന്നെ പതിയെ മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി, അതായത് വ്രതാനുഷ്ഠാനങ്ങളോടെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ, രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി നോയമ്പെടുത്ത് അത്തരത്തിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് തന്നെ തിരിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വിശ്വാസികളൊക്കെ തന്നെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉച്ചവരെയെങ്കിലും ഈ തിരക്ക് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിശ്വാസികൾ കൂട്ടത്തോടെ ആലുവ
മണപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത്തരത്തിൽ നിരവധി കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പെരിയാറിന് തീരമായതുകൊണ്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും കൃത്യമായി തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് ആലുവ മണപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾക്കായി പതിനായിരങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി മുതൽ തന്നെ വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസിന്റെ സുരക്ഷാ അനുബന്ധ ക്രമീകരണങ്ങൾ 116 ബലിത്തറകൾ ഒരുക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത്തവണ നാളെ കൂടി സൗകര്യമുള്ളത് കൊണ്ട് ഈ തിരക്കിനൊരു ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.